Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 മെയ് 18 ഞായറാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ സ്കൂൾ ആൻഡ് കോളേജിയറ്റ് അത്ലറ്റിക് അസോസിയേഷന്റെ ഉത്തരവാദിത്തങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഏറ്റെടുക്കുമെന്ന് ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ അറിയിച്ചു. അസോസിയേഷൻ പിരിച്ചുവിടുന്നതിനുള്ള ഉത്തരവ് സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ പുറപ്പെടുവിച്ചതിനെ തുടർന്നാണിത്. GSAയുമായി ഏകോപിപ്പിച്ച് മന്ത്രാലയത്തിൻ്റെ വിദ്യാഭ്യാസ സേവന മേഖലയിലൂടെയായിരിക്കും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. ബഹ്റൈനിലെ സ്കൂൾ കായിക വിനോദങ്ങൾ വികസിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും GSAയുടെയും സംയുക്ത ശ്രമങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമുണ്ടാക്കിയ സഹകരണത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇലോൺ മസ്കിൻ്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് ബഹ്റൈനിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് അവരുടെ ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രാദേശിക ഡിജിറ്റൽ കണക്ടിവിറ്റിയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഇതിനെ വിലയിരുത്തുന്നത്. 2022 ബഹ്റൈൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി സ്റ്റാർലിങ്കിന് ബഹ്റൈനിൽ പ്രവർത്തനാനുമതിക്കുള്ള ലൈസൻസ് നൽകിയത്. ലോകത്തിൻ്റെ ഏത് കോണിലും കടയിലും അടക്കം ഇൻ്റർനെറ്റ് നൽകാൻ കഴിയുമെന്നതാണ് സ്റ്റാർലിങ്കിൻ്റെ പ്രത്യേകത. ബഹ്റൈനിലേക്കുള്ള സ്റ്റാർലിങ്കിൻ്റെ വരവ് ഡിജിറ്റൽ സേവനങ്ങളെ ത്വരിതപ്പെടുത്തുകയും ഗൾഫ് മേഖലയിലെ ഒരു മുൻനിര സാങ്കേതിക കേന്ദ്രമെന്ന നിലയിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ 2 ആഴ്ചകളിലായി നടന്നുവന്ന ഇന്തോ ബഹ്റൈൻ ഡാൻസ് ആൻഡ് മ്യൂസിക്കൽ ഫെസ്റ്റ് സമാപിച്ചു. സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ പ്രമുഖ സംഗീതജ്ഞയും ചലച്ചിത്ര പിന്നണി ഗായികയുമായ വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച സംഗീത കച്ചേരിയും ഗായത്രി വീണാവാദനവും സമാപന പരിപാടിയിൽ അരങ്ങേറി. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെയും ബഹ്റൈൻ്റെ 50ാം ദേശീയ ദിനാഘോഷത്തിൻ്റെയും ഭാഗമായി 2021 ഇന്തോ ബഹ്റൈൻ ഡാൻസ് ആൻഡ് മ്യൂസിക്കൽ ഫെസ്റ്റ് ആരംഭിച്ചത്. പ്രമുഖ കർണാടക സംഗീതജ്ഞനായ സന്ദീപ് നാരായണൻ, കുന്നക്കുടി M ബാലമുരളീകൃഷ്ണ, പ്രശസ്ത മാൻഡലിൻ വാദകനായ U രാജേഷ്, ബഹ്റൈനിലെ പ്രമുഖ ഗായകൻ മുഹമ്മദ് അസീരി, പ്രശസ്ത നർത്തകരായ മേദിൽ ദേവിക, ആശ ശരത്, ഉത്തര ശരത് എന്നിവരാണ് ഈ വർഷം പരിപാടികൾ അവതരിപ്പിച്ചത്. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ, ഫെസ്റ്റിൻ്റെ കൺവീനർ പ്രശാന്ത് ഗോവിന്ദപുരം എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ എംബസിയുടെയും ബഹ്റൈൻ കൾച്ചറൽ ആൻഡ് ആൻറ്റിക്വിറ്റ്സിൻ്റെയും സൂര്യയുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസ് ഈദ്, വിഷു, ഈസ്റ്റർ ആഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ടിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ സംഘടനയിലെ കുടുംബാംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. പ്രസിഡന്റ് എബ്രഹാം സാമുവേൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിമൻസ് ഫോറം പ്രസിഡന്റ് ഷെജിൻ സുജിത് സ്വാഗതം പറഞ്ഞു. ഗ്ലോബൽ അസോസിയേറ്റ് ട്രഷറർ ബാബു തങ്ങളത്തിൽ ഈദ്, വിഷു, ഈസ്റ്റർ സന്ദേശം നൽകി. പ്രൊവിൻസ് വൈസ് ചെയർമാനും ഗ്ലോബൽ ആർട്ട് ആൻഡ് കൾച്ചറൽ വൈസ് പ്രസിഡന്റുമായ വിനോദ് നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. ട്രഷറർ ഹരീഷ് നായർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രഘു പ്രകാശ്, അബ്ദുള്ള വെള്ളിപ്പാടി, സുജിത് കൂട്ടാല, വിജേഷ് നായർ, മുൻ പ്രൊവിൻസ് പ്രസിഡന്റ് ദീപക് മേനോൻ, യൂത്ത് ഫോറം പ്രസിഡന്റ് ബിനോ പോൾ വർഗീസ്, സെക്രട്ടറി ഡോക്ടർ രസ്ന സുജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കുടുംബങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
യൂത്ത് കൾച്ചറൽ കോൺഗ്രസിൻ്റെ 10ാമത് യൂത്ത് ഫെസ്റ്റ് ജൂൺ 27-ന് ബഹ്റിൻ കേരളീയ സമാജത്തിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള യുവഗായകൻ ഹനാൻ ഷായുടെ സംഗീത നിശ പരിപാടിക്ക് മാറ്റുകൂട്ടും. ഇതോടൊപ്പം ബഹ്റിനിലെ പ്രമുഖ കലാകാരന്മാരുടെ കലാപരിപാടികളും സാംസ്കാരിക സദസ്സും നടക്കും. കേരളത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. രക്തസാക്ഷി ഷുഹൈബിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ഷുഹൈബ് മിത്ര പുരസ്കാരം വേദിയിൽ വെച്ച് ഗൾഫ് മേഖലയിലെ മികച്ച സാമൂഹിക പ്രവർത്തകന് സമ്മാനിക്കും. അവാർഡിന് അർഹനായ വ്യക്തിയെ ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂത്ത് ഫെസ്റ്റിൻ്റെ ഭാഗമായി കലാജാഥ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം 9 ഏരിയകളിലായി ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ലഘുനാടകവും ഒരുക്കും. KPCC കലാവിഭാഗമായ കലാസാഹിതി രചനയും തിരക്കഥയും എഴുതിയ നാടകമാണ് അവതരിപ്പിക്കുക. IYCC ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂട്ട്, യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പെരിയാരം, സബ് കമ്മിറ്റി കൺവീനർമാരായ ഫാസിൽ വട്ടോളി, അൻസാർ താഴെ, മുഹമ്മദ് ജസീൽ, നിതീഷ് ചന്ദ്രൻ, ജയ്ഫർ വെള്ളേങ്ങര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കലാസാംസ്കാരിക സംഘടനയായ 7 ആർട്സ് കൾച്ചറൽ ഫോറം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ചെയർമാൻ മനോജ് മയ്യന്നൂർ, പ്രസിഡന്റ് ജേക്കബ് തേക്കുതോട്, ജനറൽ സെക്രട്ടറി ബൈജു മലപ്പുറം, ട്രഷറർ തോമസ് ഫിലിപ്പ്, എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി മിനി റോയ്, രക്ഷാധികാരികൾ ചെമ്പൻ ജലാൽ, മോനി ഓരിക്കണ്ടത്തിൽ, MC പവിത്രൻ, വൈസ് പ്രസിഡന്റുമാർ സത്യൻ കാവിൽ, ബിബിൻ മാടത്തേത്ത്, ജോയിൻറ്റ് സെക്രട്ടറി ജയേഷ് താന്നിക്കൽ, ജോയിൻറ്റ് ട്രഷറർ വിനോദ് അരൂർ, എൻ്റർടൈൻമെൻറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ അഞ്ജന വിനീഷ്, കമ്മ്യൂണിറ്റി സർവീസ് സെക്രട്ടറി മണിക്കുട്ടൻ, കമ്മ്യൂണിറ്റി സർവീസ് ജോയിൻറ്റ് സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ, മെമ്പർഷിപ്പ് സെക്രട്ടറി സുഭാഷ് തോമസ് അങ്ങാടിക്കൽ, മെമ്പർഷിപ്പ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി IGP ജോയ്, സ്പോർട്സ് വിംഗ് സെക്രട്ടറിമാർ ജെയ്സൺ വർഗീസ്, സുനീഷ് കുമാർ, ജോബ് സെൽ സെക്രട്ടറി ഷമീർ സലീം, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ മുബീന മൻഷീർ, ലേഡീസ് വിംഗ് പ്രസിഡന്റ് അഞ്ജു സന്തോഷ് എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി മോൻസി ബാബു, സലീം നൌഷാദ് എന്നിവരെയും തെരഞ്ഞെടുത്തു. പുതിയ കമ്മിറ്റി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബഹ്റൈനിലെ കലാസ്നേഹികൾക്കായി പെരുന്നാൾ ദിവസം തികച്ചും സൗജന്യമായി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകരും ചലച്ചിത്ര താരങ്ങളും അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണെന്നും 7 ആർട്സിൻ്റെ പുതിയ ഭാരവാഹികൾ അറിയിച്ചു.